ഹലോ മക്കളെ, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ +1 ചാപ്റ്റർ ആണ്. സോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും എന്താണ് ഫിസിക്സും കെമിസ്ട്രിയുടെയും രണ്ടിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടൊരു ചാപ്റ്റർ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇത് സയൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. സോ നമ്മൾ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് സയൻസിൽ ഈ ഫിസിക്സും കെമിസ്ട്രിയും തമ്മിലൊരു ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ട് അല്ലേ. ഫിസിക്സും കെമിസ്ട്രിയും സയൻസിൽ എന്ന് പറഞ്ഞാൽ അപ്പം അവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഒരു ഇണക്കുരുവികളെ പോലെയാണ്. അപ്പോൾ ഒരാളില്ലാതെ വേറൊരാൾക്ക് നിലനിൽപ്പില്ല എന്ന് പറയുന്ന പോലെയാണ്. സോ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയായിരിക്കും? കുറച്ചും കൂടെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറെ കൺസെപ്റ്റ്സ് ഒക്കെ ആയിരിക്കും. ഹീറ്റ്, വർക്ക്, എനർജി, അങ്ങനെ കുറെ കാര്യങ്ങൾ അല്ലേ. അപ്പോൾ നമ്മുടെ പരീക്ഷയുടെ ചൂടൊക്കെ എത്തുമ്പോഴത്തേനും അല്ലേ ഈ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ പഠിക്കുമ്പം നിങ്ങൾക്ക് ഒരു പ്രത്യേക എനർജി ഒക്കെ ഫീൽ ചെയ്യും. ഓക്കെ, സോ നമുക്ക് വളരെ കൂളായിട്ട് നമുക്ക് തെർമോഡൈനാമിക്സ് പഠിക്കാം. സോ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി തെർമൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹീറ്റ് അല്ലേ. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാലോ, ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോഷനെ സൂചിപ്പിക്കുന്ന അല്ലെ. റെസ്റ്റിലുള്ള ബോഡീസിനെ നമ്മൾ എന്താണ് പറയുന്നത്? റെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റാറ്റിക്സ് ആണ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോബബിലിറ്റി ഒക്കെ പറയുന്നത്. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റിലുള്ള ബോഡീസ്. ഇപ്പോൾ ഡൈനാമിക്സ് അല്ലെങ്കിൽ മോഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ്മെന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ ഈ തെർമൽ പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കുന്ന ബോഡീസ് അതിന് എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, എന്ത് വർക്കാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്ത് എനർജിയാണ് അവിടെ ട്രാൻസ്ഫോം ചെയ്യുന്നത്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഈ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. ബട്ട് നമ്മൾ പുതിയതായിട്ട് കുറച്ച് കൺസെപ്റ്റ്സും ലോസ് ഒക്കെ ഇതിനകത്ത് പഠിക്കും. അപ്പോൾ ഈ ലോസ് ഒക്കെ പഠിക്കുമ്പം നമ്മൾ അതിൻ്റെ ഒരു ഇപ്പോൾ ഒരു തിയറി ബേസിസിലുള്ള ഒരു ലോ ഓഫ് സ്റ്റേറ്റ് ഞാൻ പറയുന്നത് നിങ്ങൾ കറക്റ്റ് വേർഡിങ്സിലൊക്കെ പഠിക്കുക. പക്ഷെ അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഡെയിലി ലൈഫായിട്ട് റിലേറ്റ് ചെയ്യുക. ഓക്കെ, സോ നല്ലൊരു ഫയറിൻ്റെ പിക്ചറൊക്കെ മിസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫയർ നല്ല ഒരു റിസൾട്ട് വേണം. പിന്നെ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി പഠിക്കണം. നിങ്ങൾക്ക് അക്കാഡമിക്സ് വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിലൊക്കെ കാര്യങ്ങളെല്ലാം ചെയ്യണം. ആ ഒരു ഫയർ നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരണം എന്നുള്ള ആ ഒരു ഫയർ നിന്റെ മക്കളെല്ലാവരും മനസ്സിലുണ്ടാക്കിയെടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിലേക്ക് തുടങ്ങാം. ഓക്കെ, സോ എന്താണ് തെർമോഡൈനാമിക്സ്? നമ്മൾ എന്തൊക്കെയാ പഠിക്കുക? ഓക്കെ, തെർമോഡൈനാമിക് സിസ്റ്റം. ഓക്കെ, തെർമോഡൈനാമിക് സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ പേര് കേട്ടാരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ബേസിക്കലി നമ്മൾ പഠിക്കുന്നത് 3 ആൾക്കാരെ പറ്റിയായിരിക്കും. അതിൽ മുന്നേ തെർമോഡൈനാമിക്സ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ അതൊരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് അല്ലേ. സോ ഫിസിക്സിന്റെ ആണ് അല്ലെ കെമിസ്ട്രിയുടെ ആണ് നമുക്ക് സ്പെസിഫിക്കലി പറയാൻ പറ്റില്ല. സോ നമുക്ക് ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ ബേസിക്കലി ഡീൽ ചെയ്യുക? ബേസിക്കലി നമ്മൾ എന്തായിരിക്കും? ഹീറ്റ്, പിന്നെ വർക്ക്, എനർജി, ഇങ്ങനെ കുറെ ടേംസ് ആയിരിക്കും മക്കള് ഏത് തെർമോഡൈനാമിക്സിൽ നിങ്ങൾ കാണുക. ഓക്കെ, അപ്പൊ എപ്പോഴാണ് ഈ ഹീറ്റ് ഫ്ലോ സംഭവിക്കുന്നത്? വെറുതെ ഹീറ്റ് ഫ്ലോ ചെയ്യുമോ? ഇല്ല അല്ലെ. 2 വസ്തുക്കൾ തമ്മിൽ ഇല്ലേ, ഒരു വസ്തുവിന്റെ തന്നെ 2 സൈഡിൽ. ഓക്കെ, ദാറ്റ് മീൻസ് ബേസിക്കലി ടെമ്പറേച്ചറിൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോഴാണ് അവിടെ ഹീറ്റ് ഫ്ലോ സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് മക്കളെ നിങ്ങൾക്കറിയാം ഹീറ്റ് ഫ്ലോ ചെയ്യുന്ന എപ്പോഴും ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്ക് ആയിരിക്കും. അതായത് ഹോട്ട് ആയിട്ടുള്ള ഒബ്ജക്ട്സിൽ നിന്ന് കോൾഡ് ആയ ഒബ്ജക്ട്സിലേക്ക് അല്ലേ. സോ തെർമോഡൈനാമിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഈ ഹീറ്റ്, അതുപോലെ തന്നെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക് എന്താണ്, അവിടെ ഏതൊക്കെ തരത്തിലുള്ള എനർജി കൺവേർഷൻസ് ആണ് നടക്കുന്നത്. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി ഫ്രം വൺ ഫോം ടു അനദർ. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഹീറ്റ് ആക്ച്വലി വർക്കായിട്ട് പിന്നീട് മാറുകയാണ് ചെയ്യുന്നത്. എനർജി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇനി വരുന്ന കൺസെപ്റ്റ്സിൽ പഠിക്കും. അപ്പൊ ബേസിക്കലി 3 ആൾക്കാരുണ്ട് ഇതിനകത്ത്. വേരിയബിൾസ് എന്ന് പറയും. ഓക്കെ, എന്താണ് ടേം? വേരിയബിൾസ്. സോ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ ബേസിക്കലി 3 വേരിയബിൾസ് ആണുള്ളത്. ആരൊക്കെയാണത്? PVT. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും PVT ആരാണ്? നമുക്ക് AVT ചായയുടെ കാര്യമാണോ മിസ് പറയുന്നത്? അല്ല, PVT അല്ലെ. അതായത് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഓക്കെ, സോ നിങ്ങൾ ചാൾസ് ലോ, ബോയിൽസ് ലോ, ഇങ്ങനെ പല ലോകളെ കുറിച്ചൊക്കെ പഠിക്കും. ഓക്കെ, അതിലൊക്കെ നമ്മൾ ചിലതിൽ പ്രഷർ വേരി ചെയ്യും, ചിലതിൽ വോളിയം വേരി ചെയ്യും, ചിലതിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കും. അങ്ങനെ ഒത്തിരി കൺസെപ്റ്റ്സ് ഉണ്ട്. ഓക്കെ, സോ ബേസിക് ആയിട്ട് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഈ 3 ആൾക്കാരെയായിരിക്കും നമ്മൾ വേരി ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു തെർമോഡൈനാമിക് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പം പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ ആണ് നമ്മൾ മെയിൻലി കൺസിഡർ ചെയ്യുന്നത്. ഇനി എന്താണ് സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകൾ അല്ലേ. അപ്പോൾ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആണ് വേരിയബിൾസ് നമ്മൾ പറഞ്ഞു. ഈ തെർമോഡൈനാമിക് സിസ്റ്റത്തിന് പുറത്തുള്ള എല്ലാ ഫാക്ടേഴ്സിനെയും നമ്മൾ എന്ത് പേര് വിളിക്കുന്നു? സറൗണ്ടിങ്സ് എന്ന് പറയുന്നു. ഓക്കെ,
ദെൻ എന്താണ് തെർമോഡൈനാമിക് വേരിയബിൾസ്? അതായത് തെർമോഡൈനാമിക്സിൽ ഏതൊക്കെ ആണോ വേരി ചെയ്യുന്നത്. ഓക്കെ, ഒരു സിസ്റ്റം നമ്മൾ എടുക്കുകയാണ്. സിസ്റ്റം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പർട്ടിക്കുലർ ബോഡി കൺസിഡർ ചെയ്യണം. ആ സിസ്റ്റത്തിൽ എന്തൊക്കെ വേരിയബിൾസ് ആണോ ഉള്ളത് അതിനെയാണ് തെർമോഡൈനാമിക് വേരിയബിൾസ്. അവിടെ എന്തൊക്കെ വേണം? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണം. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവണം. അങ്ങനെ പല കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പൊ മെയിനായിട്ട് ഈ പ്രഷറിനെയും വോളിയത്തിനെയും ടെമ്പറേച്ചറിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ തെർമോഡൈനാമിക് സിസ്റ്റത്തിനെയും അതുപോലെ തന്നെ സറൗണ്ടിങ്സിനെയൊക്കെ എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി അടുത്ത നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? സോ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ എന്താ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ആവുന്നത് അല്ലേ. ഓക്കെ, സോ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പൊ ഒരു സിസ്റ്റം എടുത്തു. ഓക്കെ, ഇല്ല, രണ്ട് ഡിഫറെന്റ് സിസ്റ്റംസ് എടുത്തു. അപ്പൊ അവിടെ എന്താണ്? അവിടെ രണ്ട് സിസ്റ്റംസും തമ്മിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു കോൺടാക്ട് വരുന്നു. ഒരു കോൺടാക്ട് വരികയും അവിടെ ടെമ്പറേച്ചർ എന്താണ്? ഈക്വൽ ആവുകയും ചെയ്യുന്നു അല്ലെ. നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹീറ്റിന്റെ ഫ്ലോ നടക്കണേ എന്താണ്? ടെമ്പറേച്ചറിൽ ഡിഫറൻസ് വേണം അല്ലെ. ഫ്രം ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ ആണ്. സപ്പോസ് ഈ നമ്മൾ കോൺടാക്റ്റിൽ വെക്കുന്ന ഈ രണ്ട് ബോഡീസ് എന്താണ്? അവർ തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ ഹീറ്റിന്റെ ഫ്ലോ നടക്കുമോ? ഇല്ല. അപ്പൊ അവിടെ നമുക്ക് പറയാൻ പറ്റും ദേ ആർ തെർമലി ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, അതായത് അവരുടെ ടെമ്പറേച്ചേഴ്സ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ എന്താണ്? ഹീറ്റിന്റെ ഫ്ലോ നടക്കുന്നില്ല. സോ അവർ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് നമുക്ക് പറയാൻ പറ്റും. ഇനി അങ്ങനെ ഒരു സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിൽ എന്താണ്? വേരിയബിൾസ് ലൈക്ക് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ടൈം മാറുന്നതനുസരിച്ച് നമ്മൾ പറഞ്ഞു പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഓക്കെ ഇവയൊന്നും എന്താണ്? മാറുന്നില്ല. അങ്ങനെ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ പറയുന്നത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റം. ഓക്കെ, സോ തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞു. ഓക്കെ, സ്റ്റേറ്റ് വേരിയബിൾസ് ഓൾറെഡി മാം പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്ന വേരിയബിൾസിനെയാണ് തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ മെയിൻ ആയിട്ട് മൂന്ന് നമ്മൾ പറഞ്ഞു: പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, സോ അത് മൂന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക ഏതൊക്കെയാണ് ആ മൂന്ന് വേരിയബിൾസ്. ഓക്കെ, സോ PVT എന്ന് മിസ് പറഞ്ഞു. ഇനി ഈ വേരിയബിൾസിനെ തന്നെ ഓക്കെ ഈ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചില വേറെ വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, ആ വേരിയബിൾസിനെ നമ്മൾ ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ്. എന്തൊക്കെയാണ്? ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് വേരിയബിൾസ്. സോ എക്സ്റ്റെൻസീവ് വേരിയബിൾസ് മക്കളെ, എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ടുള്ള അല്ലെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്റ്റെൻസീവ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ഇപ്പം മാം ഒരു സിസ്റ്റം എടുക്കുവാണ്. ഓക്കെ, ഒരു ബോഡി സിസ്റ്റം എടുക്കുവാണെങ്കിൽ ആ സിസ്റ്റം എന്താണ്? സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ സൈസിന്റെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം വേരിയബിൾസിനാണ് എന്ത് പറയുന്നത്? ദേ ആർ കോൾഡ് ആസ് എക്സ്റ്റെൻസീവ് വേരിയബിൾസ്. ഉദാഹരണത്തിന് അതൊക്കെയാണ് മാസ്, ഇന്റേണൽ എനർജി ആൻഡ് വി ഫോർ വോളിയം. ഓക്കെ, സോ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി വിം. ഓക്കെ, വിം കലക്കി കുടിക്കാൻ എന്താണ്? നമ്മുടെ കാര്യം പോക്കാണ് അല്ലേ. എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വല്ലാത്ത ജാതിയപ്പം എന്ന് പറയില്ല, അതുപോലെ വല്ലാത്ത പ്രശ്നമാവും അല്ലേ വിം കലക്കി കുടിച്ചാൽ. അങ്ങനെ ഓർത്താൽ മതി. സോ എക്സ്റ്റെൻസീവ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? വോളിയം, പിന്നെ ഇന്റേണൽ എനർജി ആൻഡ് എം ഫോർ എന്താണ്? എം ഫോർ മാസ്. ഓക്കെ, സോ എക്സ്റ്റെൻസീവ് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയായിരിക്കും? പിക്ക് ഔട്ട് ദ ഓഡ് വൺ. ഓക്കെ, എക്സ്റ്റെൻസീവ് ഓർ ഇന്റൻസീവ് വേരിയബിൾസ്. ഇപ്പം വളരെ ചെറിയ മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട്. സോ എക്സ്റ്റെൻസീവ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ദ ഡിപ്പെൻഡ് ഓൺ ദി സൈസ് ഓഫ് ദ സിസ്റ്റം. സിസ്റ്റത്തിന്റെ സൈസ് എന്താണെന്നുള്ളത് ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? വോളിയം, മാസ് ആൻഡ് ഇന്റേണൽ എനർജി. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? They are intensive variables. Okay, intensive variables എന്ന് പറഞ്ഞാൽ they do not depend on the size of the system. ഒരു സിസ്റ്റത്തിന്റെ സൈസിനെ ഈ വേരിയബിൾസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് ഡെൻസിറ്റി TDP. ഓക്കെ, ഇല്ലെങ്കിൽ DTP എന്ന് പറയും. ഓക്കെ, DTP സെന്റർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ ഡെൻസിറ്റി, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇവരൊന്നും എന്താണ്? ഇവരൊന്നും സിസ്റ്റത്തിന്റെ സൈസ് എന്തോ ആയിക്കോട്ടെ അവർക്കത് വിഷയമല്ല. സോ ഇവരൊക്കെ ഇൻഡിപെൻഡന്റ് ഓഫ് ദ സൈസ് ഓഫ് ദ സിസ്റ്റം ആണ്. അപ്പൊ ആ ക്ലാസിഫിക്കേഷൻ മക്കളൊന്ന് ഓർത്ത് വെക്കുക. എങ്ങനെയായിരുന്നു? ഓക്കെ, സോ വേരിയബിൾസിനെ നമ്മൾ എന്താണ്? എക്സ്റ്റെൻസീവും ഇന്റൻസീവും ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, സോ എക്സ്റ്റെൻസീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റെൻസീവ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ് പറഞ്ഞു അല്ലേ. ഈ ഒരു കാര്യം ചെയ്താൽ പിന്നെ എന്താണ്? നമ്മുടെ കാര്യം പോക്കാണ് അല്ലേ. എക്സ്റ്റെൻഡ് ചെയ്തങ്ങ് പോകും. അതായത് നമുക്ക് വേറെ വഴിയില്ല, വല്ലാത്തൊരവസ്ഥയായി പോകും. അപ്പൊ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ എനർജി എല്ലാം ഭയങ്കര ഡ്രോപ്പ് ഔട്ടായി നമ്മളെ വല്ലാത്ത ജാതിയായി പോകുന്നത് എവിടെയാണ്? വിമ്മ് കലക്കി കുടിക്കുമ്പോൾ അല്ലേ. അതായത് VIM ഓർത്ത് വെച്ചോളൂ. ആരൊക്കെയാണ്? V4 വോളിയം. ഓക്കെ,
I for internal energy and M for mass. ഓക്കെ, ഇനി ഇവരുടെ പ്രത്യേകത എന്താണ്? എക്സ്റ്റെൻസീവ് വേരിയബിളിന്റെ പ്രത്യേകത എന്താണ്? അവർ വളരെ ബ്രോഡർ ആയിട്ടുള്ള ആൾക്കാരാ അല്ലെ. അപ്പൊ എന്താണ്? അവര് സിസ്റ്റത്തിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സോ ദേ ഡിപ്പെൻഡ് ഓൺ സൈസ് ഓഫ് സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ ഇന്റൻസീവ് വേരിയബിൾ എന്തായിരിക്കും? ഇന്റൻസീവ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? DTP സെന്റർ. ഓക്കെ, അപ്പൊ DTP സെന്ററിൽ ആരൊക്കെ ഉള്ളത്? DTP എന്ന് പറയുമ്പോ ഡെൻസിറ്റി, ടെമ്പറേച്ചർ, പിന്നെ അടുത്ത ആളാണ് നമ്മുടെ പ്രഷർ. ഓക്കെ, സോ ഇത്രയും ആൾക്കാരുടെ പ്രത്യേകത എന്താണ്? ദേ ആർ ഇന്റൻസീവ് വേരിയബിൾസ്. ഓക്കെ, ഇന്റൻസീവ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റൻസീവ് ഇൻഡിപെൻഡന്റ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ അവരെന്താണ്? വളരെ ഇന്റൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ ബാക്കിയുള്ളവരെ നോക്കേണ്ട കാര്യമില്ല അല്ലെ. അവരെന്താണ്? സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് എന്താണ്? ദേ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് സൈസ് ഓഫ് സിസ്റ്റം. ഓക്കെ, സോ ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിന്റെ സൈസിനെ ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് വേരിയബിൾസ് എന്താണെന്ന് നിങ്ങൾ കറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ നമ്മൾ തെർമോഡൈനാമിക് സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചു. ഓക്കെ, സിസ്റ്റത്തിലെ ഒരു സിസ്റ്റം, അതിലെന്താണ്? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഈ വേരിയബിൾസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് തെർമോഡൈനാമിക് സിസ്റ്റം. അതിൽ തന്നെ എന്താണ്? വേരിയബിൾസ് നമ്മൾ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അതിൽ തന്നെ ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് വേരിയബിൾസ് എന്ന് പറഞ്ഞുള്ള വേരിയബിൾസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു ഇന്റൻസീവ് വേരിയബിൾസ്? ഇന്റൻസീവ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് അല്ലെ. ഇന്റൻസീവ്, ഇൻഡിപെൻഡന്റ്. അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്തൊക്കെയായിരുന്നു? DTP അല്ലെ, ഡെൻസിറ്റി, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇനി എക്സ്റ്റെൻസീവ് ഏതൊക്കെയായിരുന്നു? ദേ ഡിപ്പെൻഡ് ഓൺ ദി സൈസ് ഓഫ് ദി സിസ്റ്റം. അതായത് അവർ കുറച്ചുകൂടെ എക്സ്റ്റെൻസീവ് ആണ്, അവരെല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്നവരാണ് അല്ലെ. സോ എക്സ്റ്റെൻസീവ് സിസ്റ്റത്തില് വേരിയബിൾ എന്ന് പറയുന്ന വേരിയബിൾസ് ഏതൊക്കെയായിരിക്കും? വിം അല്ലെ. മിസ് ഓർത്തോളാം, വിം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വിം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം എല്ലാം എന്താണ്? അവതാളത്തിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് നാളെ ഒരു ടൂർ ഉണ്ടായിരുന്നു, വിം ഇന്ന് കഴിച്ചിട്ട് എന്താണ്? അത് എക്സ്റ്റെൻഡ് ആയി പോകും അല്ലെ, പരിപാടികളൊന്നും നടക്കൂല. സോ എക്സ്റ്റെൻസീവ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ വിം എന്തൊക്കെയായിരുന്നു? വോളിയം, ഇന്റേണൽ എനർജി ആൻഡ് മാസ്. ഓക്കെ, അപ്പൊ ഇവരെന്താണ്? ദേ ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ഓഫ് സിസ്റ്റം. സോ ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, സോ ഇങ്ങനത്തെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ അതിന്റെ എന്താണ്? ഒരു ഇക്വേഷൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് PV is equal to nRT എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഗ്യാസ് ഇക്വേഷൻ നമ്മൾ പറയും. അപ്പൊ ഈ ഇക്വേഷനിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? അതിനകത്ത് ഒത്തിരി വേരിയബിൾസ് ഉണ്ട് അല്ലെ. P ഉണ്ട്, V ഉണ്ട്, T ഉണ്ട്, അങ്ങനെ. അപ്പൊ അതിൽ ഒരു സിസ്റ്റം എടുക്കുവാണ്. അപ്പൊ അതിലെന്താണ്? ഇറ്റ് ഗീവ്സ് എ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് വേരിയബിൾസ് ഓഫ് ദ സിസ്റ്റം. ഈ സ്റ്റേറ്റ് വേരിയബിൾസിന്റെ സിസ്റ്റത്തിലുള്ള നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് വേരിയബിൾസ് എന്താണ്? ഇന്റൻസീവ് ഉണ്ട്, എക്സ്റ്റെൻസീവ് ഉണ്ട്. അപ്പൊ ഇവയെല്ലാം തമ്മിലുള്ള ഒരു കണക്ഷനെ കാണിക്കുന്നതാണ് ഒരു സ്റ്റേറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇക്വേഷൻ ഓഫ് എ സ്റ്റേറ്റ്. അപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഒരു ഇക്വേഷൻ എടുക്കാം. മിസ് ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഉദാഹരണത്തിന് PV is equal to nRT. ഓക്കെ, അപ്പൊ ഇതിനകത്ത് P എന്ന് പറഞ്ഞാൽ എന്താണ്? P പ്രഷർ. ഓക്കെ, സോ V എന്ന് പറഞ്ഞാൽ എന്താണ്? V ഫോർ വോളിയം. N എന്ന് പറഞ്ഞാൽ എന്താണ്? N എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ നമ്പർ ഓഫ് മോൾസ് അല്ലെ. മോൾ കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. N മീൻസ് ഇറ്റ് ഇസ് എ നമ്പർ ഓഫ് മോൾസ്. ഇതിൽ R എന്ന് പറഞ്ഞാൽ എന്താണ്? R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ഗ്യാസ് കോൺസ്റ്റന്റ് അല്ലെ, ഗ്യാസ് കോൺസ്റ്റന്റ്. അപ്പം ഈ ഗ്യാസ് കോൺസ്റ്റന്റ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ട്, ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ കോൺസ്റ്റന്റ് വാല്യൂ എന്താണ്? 8.314 JK ഇൻവേഴ്സ് സ്മോൾ ഇൻവേഴ്സ്. ഓക്കെ, അപ്പം JK എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് കിഡിങ് ആണോ? അല്ല അല്ലെ. JK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂൾ കെൽവിൻ മോൾ ഇൻവേഴ്സ് എന്നാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്കാണ് JK ഇൻവേഴ്സ് സ്മോൾ ഇൻവേഴ്സ് നിങ്ങൾക്ക് പഠിക്കാം. ജസ്റ്റ് കിഡിങ് എന്ന് നിങ്ങൾ ഓർത്താൽ മതി. സോ ജൂൾ കെൽവിൻ ഇൻവേഴ്സ് സ്മോൾ ഇൻവേഴ്സ്. ഓക്കെ, അതാണ് ഗ്യാസ് കോൺസ്റ്റന്റ് R. ഇനി T എന്തായിരിക്കും? ടെമ്പറേച്ചർ അല്ലെ, ടെമ്പറേച്ചർ. സോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇതിനകത്ത് ഇപ്പൊ ഏതൊക്കെ വേരിയബിൾസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? P ഉണ്ട്, V ഉണ്ട്, T ഉണ്ട് അല്ലെ. സോ ഈ സ്റ്റേറ്റ് വേരിയബിൾസിന് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഈ PV is equal to nRT എന്ന് പറഞ്ഞ ഇക്വേഷൻ അല്ലെ. അപ്പൊ ശ്രദ്ധിച്ചേ, ഒരു സിസ്റ്റത്തില് ഡിഫറെന്റ് സ്റ്റേറ്റ് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഇക്വേഷൻ ആണ് ഇക്വേഷൻ ഓഫ് എ സ്റ്റേറ്റ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. അപ്പം PV is equal to nRT എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അങ്ങനെ പല ഇക്വേഷൻസ് ഉണ്ടാവും. അപ്പൊ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഓക്കെ,
സോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇത്രയും വേരിയബിൾസ്, ഓക്കെ, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇതൊക്കെ എന്താണ് ഒരു ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റിനെ കാണിക്കുന്നതായിരിക്കും. ഇനി മെയിൻ ഒരു കാര്യമാണ് ഡിഫറെന്റ് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, തെർമോഡൈനാമിക്സിന്റെ ബേസിക്സ് നിങ്ങൾ പഠിച്ചു അല്ലേ? ചില കാര്യങ്ങളുണ്ട്, അതിൽ തന്നെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിഫറെന്റ് സിസ്റ്റംസ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾ എന്താ പഠിക്കാണ്ടേന്ന് വെച്ചാൽ സീറോത്ത് ലോ, ഫസ്റ്റ് ലോ, അങ്ങനെ പല ലോസും ഉണ്ടാവും. അപ്പൊ ഈ ലോ ഒക്കെ പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരു ബേസിക് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയും ഇപ്പൊ 2 സിസ്റ്റംസ് എടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ ബേസിക്കലി 3 സിസ്റ്റംസ് ആണ് എടുക്കുന്നത്. അപ്പൊ തെർമൽ ഇക്വിലിബ്രിയം എന്താണെന്ന് നമ്മൾ പറഞ്ഞേ, തെർമലി ദേ ആർ ഇൻ ഇക്വിലിബ്രിയം അല്ലെ? അപ്പൊ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം എന്നുള്ള ഒരു വേർഡാണ് മക്കൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഡിഫറെന്റ് ബോഡീസ്, ഓക്കെ, അവരെന്താണ് കോണ്ടാക്റ്റിലായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് അവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് പാടില്ല. ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഹീറ്റ് ഫ്ലോ ചെയ്യൂലേ, അപ്പൊ അവർ തമ്മിൽ തെർമലി ഇക്വിലിബ്രിയം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്താണ് അവരുടെ ടെമ്പറേച്ചർ ഈക്വൽ ആവുകയും എന്താണ് ഹീറ്റ് ഫ്ലോ നടക്കുകയും ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ എന്താ പറയാ, ദേ ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയാ. ഓക്കെ, സോ 2 systems A and B are separately in thermal equilibrium with a third system C. Then the systems A and B are in thermal equilibrium with each other also. എന്താ ഇതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? സിമ്പിൾ ആണ്, പറയാം. ഓക്കെ, ഉദാഹരണത്തിന് okay, if 2 systems A and B are separately in thermal equilibrium with the third system C. Okay, A യും B യും എന്താണ് സെപ്പറേറ്റ്ലി C യുമായിട്ട് എന്താണ് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, A is in thermal equilibrium with C, B is in thermal equilibrium with C. ഓക്കെ, അപ്പൊ എന്താണ് എക്കും സിയോട് കണക്ഷൻ ഉണ്ട്, ബിക്കും സിയോട് കണക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കണക്ഷൻ എന്ത് പറഞ്ഞാൽ എന്താണ് തെർമൽ ഇക്വിലിബ്രിയം എന്നുള്ളതാണ് അവർ തമ്മിലുള്ള കണക്ഷൻ. ഓക്കെ, സോ ഇഫ് എ ഇസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് സി ആൻഡ് ഇഫ് ഇസ് ബി ഇസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് സി, എന്ത് പറ്റും മക്കളെ? അപ്പൊ ഇൻഡയറക്ട്ലി എന്താണ് എ ഇസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ബി. ഓക്കെ, അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയാൻ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ടെമ്പറേച്ചറിന് ഡിഫറൻസ് ഉണ്ടാവില്ല, ടെമ്പറേച്ചർ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഉദാഹരണത്തിന് എ ഇസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് സി എന്ന് പറഞ്ഞാൽ എന്ത് നമുക്ക് എഴുതാം? തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ടെമ്പറേച്ചർ ഈക്വൽ ആയിരിക്കുന്നല്ലേ. അപ്പൊ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് എ വിൽ ബി ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് സി. ഇനി ബി ഇസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് സി എന്നാണ്. ഓക്കെ, അപ്പൊ 2 ഡിഫറൻസ് സിസ്റ്റം എടുക്കുന്നു, അതിൽ വേറെ ഒരു മൂന്നാമതൊരാൾ വരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം എ എടുക്കുന്നു. അപ്പൊ എയുടെ പ്രത്യേകത എന്താണ്? എയും സിയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ പറയില്ലേ എന്താ നീയും അവനും കൂട്ടാണ്, അവനും നീയും കൂട്ടാണ്, അപ്പൊ നമ്മൾ 2 കൂട്ടാന്ന് പറഞ്ഞ പോലെ ഇതൊരു എന്താണ് ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി പോലെയാണ്. അപ്പം എ സിയുമായിട്ട് കണക്ഷൻ ഉണ്ട്, ബി സിയുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ദിവസം ഒരു ഡേറ്റിന് പോവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കോമൺ ഫ്രണ്ടിനെ കാണുന്നു. പിന്നെ അവസാനം എന്താണ് ഇവര് തമ്മിൽ എന്താണ് ഫ്രണ്ട്ഷിപ്പായി. അപ്പൊ അവസാനം നിങ്ങൾ ഔട്ടായി എന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, അപ്പൊ എയും സിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പൊ ടെമ്പറേച്ചർ ഓഫ് എ ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് സി എന്ന് എഴുതാം. ഇനി ബിയും സിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് വെച്ചാൽ എന്താണ് അവരുടെ ടെമ്പറേച്ചർ ഈക്വൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ടെമ്പറേച്ചർ ഓഫ് ബി ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് സി. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയില്ലേ ഇഫ് എ ഈക്വൽ ടു ബി, ബി ഈക്വൽ ടു സി, എ ഈക്വൽ ടു സി എന്ന് പറയില്ലേ, അതുപോലെ ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ എന്താണ് അപ്പൊ എന്താണ് ഇത് എന്താണ് ഒരു ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം? തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എയും ബിയും. ടെമ്പറേച്ചർ ഓഫ് എ ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് ബി. സോ if 2 systems are separately in thermal equilibrium with the third system, they are in thermal equilibrium also. Okay, so നമ്മൾ എങ്ങനെ പറയാ? അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? സ്റ്റേറ്റ്മെന്റ് മക്കൾ പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, if 2 systems A and B are separately in thermal equilibrium with third system C, then systems A and B are in thermal equilibrium with each other also. Okay, so A സിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, ബി സിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. സോ എയും ബിയും തമ്മിൽ എന്താണ് തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, സോ അതാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞൊരു വേർഡ് വരുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. തെർമൽ ഇക്വിലിബ്രിയം എപ്പോഴും ഓർത്തോണം എന്തായിരുന്നു? ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഹീറ്റ് ഫ്ലോ ഉണ്ടാവില്ല. അതിനാണ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ 2 സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ 1 ഉം 2 ആണെങ്കിൽ ടെമ്പറേച്ചർ ഓഫ് 1 വിൽ ബി ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് 2. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു മെയിൻ കൺസെപ്റ്റ് ആണ് ഇന്റേണൽ എനർജി. ഓക്കെ, ഇന്റേണലി നമുക്കുള്ള എനർജീനെയാണ് നമ്മൾ എന്താണ് നമ്മളൊരു എന്താണ് നമുക്കൊരു ഉള്ളിൽ നിന്നൊരു എന്താണ് ആന്തൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണലി ഉള്ള ഒരു എനർജി. അത് ഒരു വേർഡ് മീനിങ് പോലെ അല്ലെ. അപ്പൊ എന്താണ്
ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മളൊരു തെർമോഡൈനാമിക് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ എന്തിന്റെയൊക്കെ കോമ്പിനേഷൻ ആയിരിക്കും മക്കളെ? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. ഓക്കെ, അപ്പൊ നമ്മൾ ഫിസിക്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക്സ് അല്ലെ. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു മോഷൻ ഓഫ് മോളിക്യൂൾസ് അല്ലെ. അപ്പൊ കൈനറ്റിക് എനർജി ഈസ് ഡ്യൂ ടു ദി മോഷൻ ഓഫ് മോളിക്യൂൾസ് ഓർ മൂവ്മെന്റ് ഓഫ് ദി മോളിക്യൂൾസ്. ഓക്കെ, മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് കാരണം. പൊട്ടൻഷ്യൽ എനർജിയോ മക്കളിപ്പോ പറയും പൊട്ടൻഷ്യൽ എനർജി മീൻസ് ഇറ്റ് ഈസ് എ എനർജി ഡ്യൂ ടു പൊസിഷൻ അല്ലെ ഹൈറ്റ്. ഓക്കെ, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പറയാം ഫിസിക്സിൽ. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കറിയാം ഓരോ സിസ്റ്റം ഇപ്പൊ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അങ്ങനെ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ ഓരോ സിസ്റ്റത്തിലും എന്താണ് അവയുടെ മോളിക്യൂൾസ് തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ട്, ഒരു ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ potential energy means it is due to the molecular force of attraction, due to the molecular force of attraction. So actually നമ്മൾ internal energy-നെ internal energy-നെ നമ്മൾ denote ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? U ആണ്. U ആണ്. അപ്പം internal energy എന്ന് പറഞ്ഞാൽ it is a sum of ഇല്ലെങ്കിൽ അത് എന്താണ്? കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഒരു കോമ്പിനേഷൻ ആണ് ആക്ച്വലി എന്താണ് ഈ ഇന്റേണൽ എനർജി. ഓക്കെ, സോ ഇന്റേണൽ എനർജിയിലെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? അവ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആണ്. അപ്പൊ അതെങ്ങനെ നിങ്ങൾക്ക് ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുക? ഓക്കെ, സപ്പോസ് ഇതൊരു സിസ്റ്റം ആണ്. ഓക്കെ, മീൻസ് ഒരു സിസ്റ്റം എടുത്തു. ഓക്കെ, അപ്പൊ എന്താ ഈ ഒരു സിസ്റ്റത്തില് കുറെ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് പാർട്ടിക്കിൾസിനെയൊക്കെ വരയ്ക്കാം. ഓക്കെ, കുറെ പാർട്ടിക്കിൾസ് ഉണ്ട് ഇങ്ങനെ എങ്ങനെയുണ്ട്? നല്ലല്ലേ? ഓക്കെ, സോ ഇങ്ങനെ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ പാർട്ടിക്കിൾസ്? ഇപ്പൊ സപ്പോസ് നമ്മൾ കുറച്ച് ഹീറ്റ് കൊടുക്കുന്നു. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആരുടെയെങ്കിലും നമ്മളിപ്പം പുറകിൽ കൊണ്ടുപോയി നമ്മളൊന്ന് ഒരു പടക്കം പൊട്ടിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് തീ കൊടുക്കുകയോ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ അല്ലെ? റോക്കറ്റ് വിട്ട് പോലെ പോകുന്ന പറഞ്ഞ പോലെ ഇതിന്റെ ഉള്ളിലുള്ള മോളിക്യൂൾസിന് ഇപ്പൊ സപ്പോസ് ഒരു ഹീറ്റ് കൊടുത്തു. ഓക്കെ, അങ്ങനെ എന്താ ഇത് ഹീറ്റാന്ന് നിങ്ങൾ മക്കൾ വിചാരിക്കുക കേട്ടോ. ഓക്കെ, എന്താ നമുക്ക് ഒരു കുറച്ച് റെഡ് കളറിലൊക്കെ കൊടുക്കാം, അപ്പൊ ഹീറ്റാന്ന് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അപ്പൊ ഹീറ്റ് കൊടുന്നു വിചാരിക്കുക. അപ്പൊ എന്താ പറ്റുക? ഈ മോളിക്യൂൾസ് എല്ലാം അങ്ങനെ ഇരിക്കുവോ? ഇല്ല അല്ലേ. അവർക്ക് എന്താണ്? അവർക്ക് ഹീറ്റ് കിട്ടിയില്ലേ? പരീക്ഷയുടെ സമയമാകുമ്പോൾ നിങ്ങൾ എന്താണ് ഓടിച്ചാടി പഠിക്കൂലേ? അതുപോലെ എന്താണ് ഇവക്ക് ഈ മോളിക്യൂൾസിന് ഹീറ്റ് കിട്ടിക്കഴിയുമ്പം അവരെന്ത് ചെയ്യും? ഈ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ആ ഹീറ്റ് കിട്ടുന്നതിനെയാണ് അല്ലെ. സോ ഇന്റേണൽ എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് കൈനറ്റിക് എനർജി, മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജിന്റെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താ? ഹീറ്റ് കിട്ടിക്കഴിയുമ്പം ഈ ഓരോ മോളിക്യൂൾസ് എന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ തുടങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മൂവ് ചെയ്ത് കൊളൈഡ് ചെയ്യും അല്ലെ. അപ്പൊ അതിനെയാണ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാലോ ഈ ഓരോ മോളിക്യൂളും തമ്മിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. സോ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സം ഓഫ് കൈനറ്റിക് എനർജി ആസ് വെൽ ആസ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, സോ അതോ നിങ്ങൾ ഓർത്തിരിക്കാം. അപ്പൊ ഇന്റേണൽ എനർജിനെ നമ്മൾ മെയിൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് U. ഓക്കെ, സോ നമുക്കറിയാം നമ്മുടെ കെമിസ്ട്രിയിൽ ഇല്ലെങ്കിൽ നമ്മൾ ഈ തെർമോഡൈനാമിക് സിസ്റ്റംസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്കുള്ള ഒരു ഇതാണ് എന്താ? ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു കോൺസെപ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യുന്നതാണ് ഐഡിയൽ ഗ്യാസ് കോൺസെപ്റ്റ്. ഓക്കെ, സോ ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഐഡിയൽ എന്ന് വെച്ചാൽ എന്താ? പെർഫെക്റ്റ് അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ഐഡിയൽ ഗ്യാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കും മക്കളെ? ഓക്കെ, ഇപ്പൊ നമ്മളൊരു ഐഡിയൽ ഗ്യാസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഐഡിയൽ ഗ്യാസിൽ എപ്പോഴും ശ്രദ്ധിച്ചോളാം, ഈ ഐഡിയൽ ഗ്യാസ് നമ്മൾ റെസ്റ്റിലാണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അങ്ങനത്തെ ഒരു ഐഡിയൽ ഗ്യാസിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇപ്പൊ നേരത്തെ മിസ് പറഞ്ഞു അല്ലെ, ഇപ്പൊ ഇതാണ് ഒരു സിസ്റ്റം എങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് കുറെ പാർട്ടിക്കിൾസിനെ കാണാം. ഈ പാർട്ടിക്കിൾസ് നമ്മൾ എന്താണ് നമ്മളൊരു ഇത് കൊടുക്കുകയാണെങ്കിൽ, നമ്മളൊരു എനർജി കൊടുക്കുകയാണെങ്കിൽ അവയ്ക്ക് എന്താണ് കൈനറ്റിക് എനർജി ആയിട്ടും പൊട്ടൻഷ്യൽ എനർജി ആയിട്ടും ആയിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുക. ഓക്കെ, സോ ഈ ഓരോ മോളിക്യൂൾസും എന്താണ് ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ എന്താണ് അവർ ആ എനർജി അവർ ഉൾക്കൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ മൂവ് ചെയ്യുന്ന എനർജിനെയാണ് നമ്മൾ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാലോ ഇവരെല്ലാം അടുത്തടുത്താണല്ലോ ഒരേ സിസ്റ്റത്തില്. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ നിങ്ങൾ അടുത്തടുത്തുള്ള ആൾക്കാരുമായിട്ട് നല്ലൊരു ബോണ്ടിങ് ആയിരിക്കത്തില്ലേ? നിങ്ങൾ തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ലേ? നിങ്ങൾ നല്ല ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഫോം ചെയ്യും അല്ലെ. അതുപോലെ ഇവർ തമ്മിൽ എന്തായിരിക്കും ഒരു അട്രാക്ഷൻ ഉണ്ടാവും, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. അതിനായിരിക്കും നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം എന്താ മക്കളെ? ഈ നമ്മൾ പറഞ്ഞു ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഉണ്ടാവില്ല. അതായത് മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഈ ഒരു ഇപ്പൊ മോളിക്യൂൾസ് ആണെങ്കിൽ അവരെന്താണ് ആ ഒരു ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിൽ മോളിക്കുലർ അട്രാക്ഷൻ ഉണ്ടാവില്ല. അപ്പം എന്താണ് മോളിക്കുലർ അട്രാക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഓൾറെഡി പറഞ്ഞു ഐഡിയൽ ഗ്യാസിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു കൺസിഡർ ചെയ്യുന്നത്?
പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയാണ് നമ്മുടെ ഇന്റേണൽ എനർജിയിലെ മെയിൻ ആൾക്കാർ അല്ലേ. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. അപ്പോൾ എന്താണ് നമ്മുടെ ഐഡിയൽ ഗ്യാസിൽ സംബന്ധിച്ചിടത്തോളം there will be no molecular attraction അല്ലേ. മോളിക്കുലാർ അട്രാക്ഷൻ അവിടെ ഉണ്ടാവില്ല. ഓക്കെ, മോളിക്കുലാർ അട്രാക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ മോളിക്കുലാർ അട്രാക്ഷൻ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? പൊട്ടൻഷ്യൽ എനർജി അവിടെ വാലിഡ് ആയിരിക്കില്ല. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇല്ലെങ്കിൽ എന്തായിരിക്കും? പിന്നെ ഒരേ ഒരാളേ ഉള്ളൂ. ആരാണ്? നമ്മുടെ കൈനറ്റിക് എനർജി അല്ലേ. അപ്പം ഒരു ഐഡിയൽ ഗ്യാസിൽ എപ്പോഴും എന്തായിരിക്കും? ഇന്റേണൽ എനർജി എന്താണ്? കൈനറ്റിക് എനർജിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. കാരണം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ല. സോ ഒരു ഐഡിയൽ ഗ്യാസിന്റെ കൺസെപ്റ്റിൽ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? കൈനറ്റിക് എനർജി ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യപ്പെടുക. ഒരു കൈനറ്റിക് എനർജി ആയിട്ടായിരിക്കും അവിടെ എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ പറയാം ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിങ്ങൾ പഠിച്ചു രണ്ട് സിസ്റ്റത്തിൽ തമ്മിൽ ടെമ്പറേച്ചറിൽ ഡിഫറൻസ് ഉള്ളപ്പോഴാണ് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ആക്ച്വലി ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ആവറേജ് കൈനറ്റിക് എനർജി. ഓക്കെ, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ആവറേജ് കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഇനി പഠിക്കും. അപ്പം ശ്രദ്ധിക്കുക, ഐഡിയൽ ഗ്യാസ് കൺസെപ്റ്റിൽ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അട്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വാലിഡ് ആയിരിക്കില്ല. അപ്പോൾ അവിടെ സ്റ്റോർ ചെയ്യുന്നത് കൈനറ്റിക് എനർജി ആയിട്ടായിരിക്കും. ഓക്കെ, സോ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പറയാൻ കാരണം ബേസിക്കലി എന്താണ്? നിങ്ങൾ ഇനി അടുത്ത ലോയിലോട്ട് വരുമ്പോൾ എന്താണ് ഈ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മക്കൾക്ക് വേണം. അതുകൊണ്ടാണ് മിസ് ഇന്റേണൽ എനർജിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞത്. ഓക്കെ, സോ കൈനറ്റിക് എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജി എന്താണ്? അവ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അതുപോലെ തന്നെ ഒരു ഐഡിയൽ ഗ്യാസിൽ ഇന്റേണൽ എനർജി ഏത് ഫോർമുല ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്? ഇതൊക്കെ നിങ്ങൾ എന്താണ് ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ നമ്മൾ ഇന്റേണൽ എനർജിയെ കുറിച്ച് പഠിച്ചു. എന്തായിരുന്നു യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ. അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസ് സിസ്റ്റത്തിലാണെങ്കിൽ മോളിക്കുലർ അട്രാക്ഷൻ ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ കേസിൽ എന്തായിരിക്കും നമ്മൾ പറഞ്ഞ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക അല്ലേ. സോ നമ്മൾ എന്തൊക്കെ വേസിലാണ് നമുക്ക് ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാൻ പറ്റുക? ഓക്കെ, സോ മക്കളെ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു ഇന്റേണൽ എനർജി നമ്മളൊരു സിസ്റ്റം എടുക്കുകയാണ്. ആ സിസ്റ്റത്തിന് ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് വിധത്തിലാണ് മെയിനായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ അതിന് നമ്മൾ എങ്ങനെയാ ഇന്റർപ്രറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഓക്കെ, നമുക്ക് ഹീറ്റ് വർക്ക് ഇങ്ങനെ ഈ രണ്ട് ടേംസ് ആണ് മെയിൻ. ഓക്കെ, ഹീറ്റും വർക്കും. ഓക്കെ, അപ്പൊ ഹീറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഏത് ലെറ്റർ വെച്ചാണ്? ക്യൂ. ഓക്കെ, വർക്കിനെ ഡബ്ല്യു. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഹീറ്റിന്റെ കാര്യം എടുക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയാ ഹീറ്റ്? സോ ഫസ്റ്റ് വൺ ഹീറ്റ് ആണ്. ഹീറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുവാണ്. ഓക്കെ, ഹീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നല്ല എനർജി ഒക്കെ കിട്ടി അല്ലേ. നമ്മൾ ഒന്ന് ചൂടായെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ ഒന്നുകൂടെ എനർജൈസ്ഡ് ആയി അല്ലേ. മോളിക്യൂൾസ് എല്ലാം എനർജി കിട്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും കൈനറ്റിക് എനർജി ഒക്കെ കൂടിയത് അല്ലേ. അപ്പം ഹീറ്റ്, ഇഫ് ഇറ്റ് ഇസ് ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം. ഓക്കെ, ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം എന്തായിരിക്കും? ഹീറ്റ് ഗിവൺ ടു സിസ്റ്റം എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് വിൽ ബി പോസിറ്റീവ്. ഓക്കെ, അപ്പം സിസ്റ്റത്തിന് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ഹീറ്റ് ലോസ്റ്റ് ഫ്രം ദ സിസ്റ്റം. ഓക്കെ, സിസ്റ്റത്തിൽ നിന്നാണ് ഹീറ്റ് പോകുന്നതെങ്കിൽ അതെന്തായിരിക്കും മക്കളെ? ഇറ്റ് വിൽ ബി നെഗറ്റീവ്. ഓക്കെ, സോ ഹീറ്റ് ഇഫ് ഇറ്റ് ഇസ് ഗിവൺ ടു ദ സിസ്റ്റം ഇറ്റ് ഈസ് പോസിറ്റീവ്. അപ്പോൾ ഹീറ്റ് given to the system will be positive, whereas the heat that is released by the system അല്ലെ ലോസ്റ്റ്. ഓക്കെ, അപ്പം ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഒരു എനർജിയാന്ന് ഓർത്താൽ മതി. ഹീറ്റ് എനർജി അല്ലേ. അപ്പൊ ഹീറ്റ് ലോസ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എനർജി ഒക്കെ പോകുന്നു. അപ്പം ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി അങ്ങനെ ഓർത്താൽ മതി. സോ ഹീറ്റ് ലോസ് ആവുക അല്ലെ റിലീസ് ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നെഗറ്റീവ്. അപ്പം അതാണ് ഹീറ്റിന്റെ കാര്യത്തിൽ. അതേസമയം നമ്മൾ വർക്ക് ഡൺ. ഓക്കെ, വർക്ക് ഡൺ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെയാണ് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത്. ഈ വർക്ക് ഡണ്ണിന്റെ കേസിൽ എന്താണ്? ഇപ്പം നിങ്ങൾ പറയാണ് നിങ്ങൾക്ക് ആൾക്കാർ ഇങ്ങനെ പണി തന്നോണ്ടേ ഇരിക്കുക. നമ്മൾ മറ്റേ പഞ്ചാബി ഹൗസിൽ പറയുന്ന പോലെ തീരുമ്പോ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന് ഇതൊന്നും നമ്മുടെ ഹരിശ്രേഷ്ഠവും ചോദിക്കുന്നില്ലേ? അതുപോലെയാണ് ഇഫ് ഇസ് വർക്ക് ഇസ് ഡൺ ഓൺ ദ സിസ്റ്റം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ പണി തന്നോണ്ടിരിക്കുക, നിങ്ങൾക്കിട്ട് പണി തരിക എന്ന് പറയുന്ന പോലെ അല്ലേ. അപ്പോൾ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഈസ് നെഗറ്റീവ്. അപ്പം ഹീറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി വർക്ക്. ഓക്കെ, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്തായിരിക്കും? വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഇറ്റ് വിൽ ബി നെഗറ്റീവ്. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളോട് ഒരാൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്താണ് എന്തെങ്കിലും ഒരു
കാര്യം പറഞ്ഞു. ഓക്കെ, നിങ്ങളത് ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരിക്കും. പക്ഷെ അവർ വന്നിട്ട് അത് കൂടുതൽ തരുവാണെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് അതൊരു നെഗറ്റീവ് ആയിരിക്കും അല്ലേ. ഇപ്പം നിങ്ങൾ ഓൾറെഡി പഠിക്കാൻ പോയിരിക്കും, അപ്പോൾ ലാസ്റ്റ് വന്നിട്ട് നിങ്ങളോട് പറയാണ് മോനെ പഠിക്കുന്ന പറയുമ്പോൾ തന്നെ നിങ്ങളോട് തീർച്ചയായും മൂഡ് പോയി അല്ലേ. അതുപോലെ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഇറ്റ് ഈസ് നെഗറ്റീവ്, വെറാസ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, ഓക്കെ, ബൈ ദ സിസ്റ്റം ഈസ് പോസിറ്റീവ്. ഓക്കെ, ബൈ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളായിട്ട് തന്നെ ചെയ്യുന്നു, നിങ്ങളോട് വേറെ ആരും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾ ചെയ്യണം. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഓക്കെ, നിങ്ങളായിട്ട് തന്നെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്താണ്, അത് വളരെ ഹാപ്പി ആയിട്ട് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ഹീറ്റ് വർക്ക്, ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ മാറിപ്പോവും. അപ്പോൾ ഹീറ്റിന്റെ കാര്യത്തിൽ ഹീറ്റ് ഇസ് ഗിവൺ ടു സിസ്റ്റം, അപ്പോൾ ഓർത്താൽ മതി അതിനുള്ളിൽ കുറേ മോളിക്യൂൾസ് ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, ഇതൊരു സിസ്റ്റമാണ്, അതിനുള്ളിൽ എന്താണ് കുറേ മോളിക്യൂൾസ് ഉണ്ട് ഇങ്ങനെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, ഇതിന് ഹീറ്റ് കൊടുക്കുന്നു, ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഹീറ്റ് കിട്ടിക്കഴിയുമ്പോൾ എന്താണ്, ഇവർക്കെല്ലാം എനർജി കിട്ടി. അപ്പോൾ ഇവരെന്താണ്, ഹീറ്റ് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് പോസിറ്റീവ് ആവും അല്ലേ, എനർജി കിട്ടും. അതേസമയം ഇവരുടെ ഉള്ളിൽ എന്താണ്, ആ തീ അങ്ങ് അണച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതങ്ങ് മാറ്റി കഴിയുമ്പോൾ അപ്പോൾ ഹീറ്റ് റിലീസ് ചെയ്യുകയെന്ന് പറഞ്ഞാലോ അവർക്ക് അത് നെഗറ്റീവ് ആയിരിക്കും. ഇനി വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, നിങ്ങളുടെ മേലെ നിങ്ങൾക്കിട്ട് പണി തന്നുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ അത് നെഗറ്റീവാണ്. അതേസമയം നിങ്ങളായിട്ട് ചെയ്യുവാണെങ്കിൽ വർക്ക് ഡൺ ബൈ പോസിറ്റീവ് ആണെങ്കിൽ എപ്പോഴാണ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഓക്കെ, സോ ഹീറ്റ് വർക്ക്, ഈ രണ്ട് കൺസെപ്റ്റ്സ് ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്റേണൽ എനർജീനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മക്കളെ നമ്മൾ എങ്ങനെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതായത് ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ രണ്ട് വിധങ്ങളുണ്ട്. ഓക്കെ, അതിലൊന്നാണ് ഒന്നെങ്കിൽ ഹീറ്റ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അതായത് ഹീറ്റ് കൊടുക്കുകയോ ഹീറ്റ് റിലീസ് ചെയ്യുകയോ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ വർക്ക്. ഓക്കെ, അപ്പം ഹീറ്റ് വർക്ക് ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് വരുത്താൻ പോകുന്നത്. ഓക്കെ, സോ ടു വേസ് ടു ചേഞ്ച് ദി ഇന്റേണൽ എനർജി. ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, ഇഫ് ഹീറ്റ് ഇസ് ഗിവൺ ടു ദ സിസ്റ്റം, ഹീറ്റ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ എന്താണ്, അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി വർക്ക് ഇസ് ഡൺ ഓൺ ദ സിസ്റ്റം, പക്ഷെ വർക്ക് സിസ്റ്റത്തിലാണ് ചെയ്യുന്നത്, നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, അവിടെ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതൊരു സിസ്റ്റം ആണെങ്കിൽ, ഓക്കെ, ഇതൊരു സിസ്റ്റമാണ്, സിസ്റ്റം. ഓക്കെ, ഇപ്പം സപ്പോസ് ഈ സിസ്റ്റത്തിൽ എന്താണ്, ഒരു പിസ്റ്റൺ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, നിങ്ങൾ ഇതിൽ കുറേ മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, കുറേ മോളിക്യൂൾസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഫസ്റ്റ് എന്താണ്, ഹീറ്റ് ഇസ് ഗിവൺ ടു ദ സിസ്റ്റം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാണ്, ഈ സിസ്റ്റത്തെ നിങ്ങൾ ഹീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഹീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, അപ്പം നമ്മൾ ഫയർ കൊടുക്കുകയാണ്. ഫയർ വരട്ടെ, ഫയർ. ഓക്കെ, ഫയർ കൊടുക്കുന്നു. അപ്പം എന്താ സംഭവിക്കുക, കുറച്ച് യെല്ലോ ഒക്കെ നമുക്ക് ഇടാം അല്ലേ. അപ്പോൾ ഫയർ കൊടുക്കുന്നു, അപ്പോൾ ഇവർക്കെല്ലാം എനർജി കിട്ടുന്നു, അപ്പോൾ ഇവർ മൂവ് ചെയ്യുന്നു. പക്ഷെ എന്താണ്, അപ്പം നമ്മൾ ഹീറ്റ് ഇസ് ഗിവൺ ടു സിസ്റ്റം. ഓക്കെ, ഹീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു. അപ്പോൾ അത് ഹീറ്റ് ഇസ് ഗിവൺ ടു ദ സിസ്റ്റം, ഇറ്റ് ഇസ് പോസിറ്റീവ്. ഓക്കെ, പിന്നെ വർക്ക് ഇസ് ഡൺ ഓൺ ദ സിസ്റ്റം. നമ്മൾ എങ്ങനെയാണ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്, അതായത് ഒരു പിസ്റ്റൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, പിസ്റ്റൺ നമ്മൾ താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്താ പറ്റുക, ഈ മോളിക്യൂൾസ് എല്ലാം അടങ്ങി അടുത്തേക്ക് വരും. പക്ഷെ ആ കേസിൽ വർക്ക് ഇസ് ഡൺ ഓൺ ദ സിസ്റ്റം, നിങ്ങൾ ഓർത്താണ് നിങ്ങൾക്കിട്ട് പണി തരുവാണെങ്കിൽ എന്ത് പറ്റും, നിങ്ങൾ ആകെ നെഗറ്റീവ് അടിക്കും അല്ലെ, നെഗ് അടിക്കും. അപ്പോൾ അതുപോലെ ഇവിടെ നിങ്ങളിപ്പോൾ ഈ പിസ്റ്റണെ പിടിച്ച് താഴേക്ക് താത്തുവാണെങ്കിൽ എന്താണ്, ഇവരെല്ലാം കംപ്രസ് ആവും അല്ലേ. ഇവരെല്ലാം കംപ്രസ് ആയി എന്ത് പറ്റും, ഇവരെല്ലാം കംപ്രസ് ആയി അടുത്തടുത്ത് വരും അല്ലേ. അപ്പോൾ എന്ത് പറ്റും, അത് നെഗറ്റീവായിട്ടായിരിക്കും ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വർക്ക് ഈ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് ടേംഡ് ആസ് നെഗറ്റീവ് വർക്ക്. ഓക്കെ, ഈ മോളിക്യൂൾസ് എല്ലാം അടുത്തടുത്ത് വരും. അപ്പോൾ ആ സിസ്റ്റത്തിനെ അത് നമ്മളവിടെ പറയുന്നത് നെഗറ്റീവ് വർക്ക് ആയിരിക്കും ചെയ്യുന്നതെന്നായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇന്റേണൽ എനർജി നമുക്ക് രണ്ട് രീതിയിൽ ചേഞ്ച് ചെയ്യാം. ഒന്നെങ്കിൽ ഹീറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുക. ഓക്കെ, സോ ഈ രണ്ട് വേസ് നിങ്ങൾ ഓർത്തിരിക്കുക, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആൻഡ് ഹീറ്റ് ഗിവൺ ടു ദി സിസ്റ്റം. ഓക്കെ, സോ നമ്മൾ ഇന്റേണൽ എനർജി എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിന് നമ്മൾ മാറ്റുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഒന്നെങ്കിൽ ഇറ്റ് ഇസ് ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം, അല്ലെങ്കിൽ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. അതായത് സിസ്റ്റത്തിൽ നമ്മളൊരു വർക്ക് ചെയ്യുവാണെങ്കിലോ ഇല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് ഒരു ഹീറ്റ് കൊടുക്കുകയാണെങ്കിലോ അതിൻ്റെ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു, ഇഫ് ഹീറ്റ് ഇസ് ഗിവൺ ടു ദ സിസ്റ്റം, ഓക്കെ, ഹീറ്റ് ഈസ് ഗിവൺ ടു സിസ്റ്റം. ഓക്കെ, സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് പോസിറ്റീവായിട്ടായിരിക്കും വരിക. ഓക്കെ, പോസിറ്റീവ്. അപ്പോൾ എന്താണ്, ക്യൂ ആണ് നമ്മൾ ഹീറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അപ്പോൾ അത് പ്ലസ് ക്യൂ എന്ന് പറയാം അല്ലേ. ഇനി വേറെ എങ്ങനെയാണ് നമുക്ക് ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഹീറ്റ് കൊടുക്കുന്നു, അതുപോലെ തന്നെ വർക്ക് ഇസ് ഡൺ ഓൺ ദ സിസ്റ്റം. ഓക്കെ, വർക്ക് ഡൺ
ഓൺ ദ സിസ്റ്റം. ഓക്കെ, നമുക്കിട്ട് പണി തരുവാണ്. വർക്ക് ഡൺ ഓൺ സിസ്റ്റം ആണെങ്കിൽ എന്തായിരിക്കും? വർക്ക് പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ? നിങ്ങൾക്കിട്ട് പണി തരുവാണ്. ഓക്കെ, പണി തന്നുകൊണ്ടേ ഇരിക്കുവാണ് നിങ്ങൾക്കിട്ട്. അപ്പൊ എന്താണ്? നെഗറ്റീവ് അല്ലെ. അപ്പൊ എന്താണ്? വർക്കിന്റെ ഇതാണ് W. അപ്പൊ -W. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ? നമുക്ക് എന്തൊക്കെ ചെയ്യാം മക്കളെ? ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഹീറ്റ് കൊടുക്കാം. ഹീറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? +Q. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യും? പിന്നെ നിങ്ങൾക്ക് ആ സമയത്ത് ഇപ്പം നിങ്ങൾ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, നെഗറ്റീവ് ആയിട്ടായിരിക്കും ആ വർക്ക് റിസൾട്ട് ചെയ്യുക. അങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇപ്പം ഈ ഒരു ഇക്വേഷൻ നിന്നത് ഈ ഇന്റേണൽ എനർജി Q - W എന്ന് വരുന്ന ഇക്വേഷനിൽ നിന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്താണ് നമുക്ക് എന്താണ് അടുത്ത, അതായത് ബേസിക് അടുത്ത നമ്മൾ 0th ലോ പഠിച്ചു അല്ലെ. ഇപ്പം ഇഫ് A is in thermal equilibrium with C, B is in thermal equilibrium with C separately, എന്താണ്? A and B are in thermal equilibrium with each other അല്ലെ. അതായത് നമ്മൾ 0th ലോ. അപ്പം ഈ ഇന്റേണൽ എനർജിനെ ബേസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പറയുന്ന നമ്മുടെ അടുത്ത ലോ ആണ് എന്ത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറ്റും കൊടുക്കുന്നതിലൂടെ അതുപോലെ തന്നെ വർക്ക് ഡണ്ണിലോ ഈ രണ്ട് കാര്യങ്ങളിലും വ്യത്യാസം വരുന്നതിലൂടെയാണ് ഇന്റേണൽ എനർജി, ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിയിൽ മാറ്റം വരികയാണ്. അപ്പം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? The heat energy supplied to the system goes in partly to increase internal energy of the system and rest as work done by system. അതായത് Q എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹീറ്റ്. ഓക്കെ, Q എന്ന് പറഞ്ഞാൽ ഹീറ്റ്, U എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജി, W എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വർക്ക് ഡൺ അല്ലെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ഈ സിസ്റ്റത്തിലേക്ക് ശ്രദ്ധിച്ചേ, ഇതിനകത്ത് ഒത്തിരി മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഹീറ്റ് കൊടുക്കുവാണെങ്കിൽ എന്താ സംഭവിക്കുക? ഹീറ്റ് ഈസ് ഗിവൺ ടു സിസ്റ്റം പോസിറ്റീവ് ആയിട്ട് വരും, വർക്ക് ഡൺ വിൽ ബി നെഗറ്റീവ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്കൊരു സിസ്റ്റത്തിന് ഇന്റേണൽ എനർജീനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇന്റേണൽ എനർജീനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് വരിക? അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചു അല്ലെ, U = Q - W. അപ്പൊ ഇതെന്താണ്? നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? Q = U + W. അതായത് ഡെൽറ്റ എന്നും കൂടെ നമ്മൾ ചേർക്കണം. ഡെൽറ്റ എന്ന് വെച്ചാൽ എന്താ? സ്മോൾ ചേഞ്ച് അല്ലെ. അപ്പം ΔQ = ΔU + ΔW അല്ലെ. ΔW. ഇപ്പൊ W എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ അല്ലെ. വർക്ക് ഡൺ. സോ വർക്ക് ഡണ്ണിന്റെ വേറെ ഒരു ഇതാണ് W = P × ΔV. ഓക്കെ, അപ്പൊ ΔW എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ = എന്താണ്? P × ΔV. അപ്പൊ നമുക്ക് എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഹീറ്റ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ശരിക്കും എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്തൊക്കെയായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. എന്തൊക്കെയായിട്ടാണ്? ഒന്നെങ്കിൽ ആ സിസ്റ്റത്തിന്റെ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഹീറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഹീറ്റ് ഇസ് ഗിവൺ ടു സിസ്റ്റം. ഓക്കെ, നിങ്ങൾ കൊടുക്കുന്ന ഹീറ്റ് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സിസ്റ്റം ഉപയോഗിക്കുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നു. നിങ്ങൾ അത് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? നിങ്ങളുടെ എനർജി വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നടക്കാനും എന്താണ് ഭാവിയിൽ നല്ല കുട്ടികളൊക്കെ ആയിട്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ആ റിസോഴ്സസിനെ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ള പോലെ അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഒരു സിസ്റ്റത്തിന് കൊടുക്കുന്ന ഹീറ്റ് എന്താണ്? ഒന്നെങ്കിൽ അത് ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ. ഓക്കെ, സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ, സിസ്റ്റത്തിൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ. വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് എന്ത് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ വർക്ക് ഡണ്ണിന് പകരം നിങ്ങൾക്ക് അല്ലെങ്കിൽ വർക്ക് ഡണ്ണിന്റെ വേറൊരു ഫോർമുലയാണ് P ΔV. ഓക്കെ, സോ ΔQ = ΔU + ΔW അല്ലെങ്കിൽ ΔQ = ΔU + P ΔV. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പൊ ഈ ഒരു ലോയെ നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് സ്റ്റേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ കൊടുക്കുന്ന ഹീറ്റ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഒന്നെങ്കിൽ ഇന്റേണൽ എനർജി കൂട്ടാന്, അല്ലെങ്കിൽ എന്താണ്? സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. വർക്ക് ഇസ് ഡൺ ഓൺ ദ സിസ്റ്റം. ഓക്കെ, സോ പാർഷ്യലി. ഓക്കെ, പകുതിയാണ്. കുറച്ച് ഇന്റേണൽ എനർജി കൂട്ടാനും കുറച്ച് നമ്മൾ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ΔQ = ΔU + ΔW അല്ലെ. അപ്പൊ നമ്മൾ ഇന്റേണൽ എനർജി നമ്മൾ പറഞ്ഞു ഹീറ്റ് മാറ്റുന്നതിലൂടെ അല്ലെ വർക്ക് ചേഞ്ച് ചെയ്യുന്നതിലൂടെ, ഈ രണ്ട് ബേസിലാണ് നമ്മൾ ഇന്റേണൽ എനർജി മാറ്റുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഇന്റേണൽ എനർജി ഹീറ്റും വർക്കിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഹീറ്റ് ഈസ് ഗിവൺ ടു ദ സിസ്റ്റം ആണെങ്കിൽ ഇൻക്രീസ് ചെയ്യും, പോസിറ്റീവ് ആവും അല്ലെ.
വർക്ക് ആണെങ്കിലോ വർക്ക് ഇസ് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പം യുവിനെ ബേസ് ചെയ്ത് നമ്മൾ ആ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റീ അറേഞ്ച് ചെയ്തിട്ടാണ് ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ആ ഒരു ഇക്വേഷൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഈ ഒരു ഇക്വേഷൻ പ്രകാരം ഓക്കെ നമുക്ക് എങ്ങനെയാണ് ഫൈനലി കിട്ടിയിരിക്കുന്നത്? ഡെൽ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽ യു പ്ലസ് ഡെൽ ഡബ്ല്യു എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? പ്ലസ് ഡെൽ ഡബ്ല്യു ആണ്, അതായത് പോസിറ്റീവ് വർക്കാണ്. അപ്പൊ മക്കളെ പോസിറ്റീവ് വർക്ക് ആണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. അപ്പൊ സിസ്റ്റം ആണ് വർക്ക് ചെയ്യുന്നത് അല്ലെ, അത് നമുക്ക് തന്നെ തോന്നിയിട്ട് ചെയ്യാണ്. അപ്പൊ സോ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളാം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്താണ്? ആ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ സിസ്റ്റത്തിന് വർക്ക് ചെയ്യാനും, വർക്ക് ഇസ് ഡൺ ബൈ ദ സിസ്റ്റം. ഓക്കെ, സിസ്റ്റത്തിന് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പാർഷ്യലി ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും പാർഷ്യലി എന്താണ് സിസ്റ്റത്തിന് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡെൽ യു എന്ന് പറഞ്ഞ് ഓക്കെ ഡെൽ യു എന്ന് പറഞ്ഞ എന്താണ്? ഇന്റേണൽ എനർജിയാണ്. ഇനി ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും ഡെൽ ഡബ്ല്യു പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഓക്കെ, സിസ്റ്റം ആണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, വർക്ക് ഇസ് ഡൺ ബൈ ദി സിസ്റ്റം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ബേസിക് ഇക്വേഷൻ. പിന്നെ വർക്ക് ഡണ്ണിന് നമ്മൾ പ്രഷറിന്റെ വോളിയത്തിന്റെ ബേസിസിൽ നമ്മൾ എഴുതുന്നതാണ് പി ഡെൽറ്റ വി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇനി പഠിക്കാനുള്ള കുറച്ച് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നാണ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടെമ്പറേച്ചറിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന എനർജി ഫ്ലോ ആണ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അപ്പൊ നമ്മൾ ആ കപ്പാസിറ്റിക്ക് ഒരു സ്പെസിഫിക് ഇത് കൊടുക്കുവാണ്. എന്താണ് നമ്മൾ അവിടെ സ്പെസിഫിക് ആയിട്ട് കരുതുന്നത്? മക്കളെ നോക്കിക്കേ. ഓക്കെ, സോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പറഞ്ഞു. ഇനി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അതായത് നമ്മൾ എന്തിനെ കുറിച്ചാണ് സ്പെസിഫിക് ആവുന്നത്? എത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണെന്നുള്ളത്. ഓക്കെ, സോ ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് പെർ യൂണിറ്റ് മാസ് ഓഫ് മെറ്റീരിയൽ. നമ്മൾ മാസിനെ കുറിച്ചും സ്പെസിഫിക് ആവുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ടെമ്പറേച്ചറിനെ കുറിച്ച് സ്പെസിഫിക് ആവുന്നുണ്ട്. എന്താണ്? ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് പെർ യൂണിറ്റ് മാസ് ഓഫ് മെറ്റീരിയൽ ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ബൈ എന്താണ്? ടെമ്പറേച്ചറിന് നമ്മളിവിടെ ഒരു സ്പെസിഫിക് ക്വാണ്ടിറ്റി പറയുന്നുണ്ട്. എന്താ? ഒന്നെങ്കിൽ 1 കെൽവിൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു 1 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, സോ യൂണിറ്റ് മാസ് ഓഫ് മെറ്റീരിയൽ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെറ്റീരിയൽ അതൊരു യൂണിറ്റ് മാസ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ ടെമ്പറേച്ചർ എത്ര ഉയർത്താനാണ്? 1 കെൽവിൻ അല്ലെ 1 ഡിഗ്രി സെൽഷ്യസ് നിങ്ങൾക്ക് ഒരു യൂണിറ്റ് മാസ് ഓഫ് മെറ്റീരിയലിന്റെ ഇത് ഉയർത്താൻ വേണ്ടിയിട്ട് എത്ര ഹീറ്റ് ആണ് അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് എന്നാണ് പറയുന്നത്. അപ്പൊ എത്രമാത്രം ഹീറ്റ് അബ്സോർബ് ചെയ്താലാണ് ആ ഒരു യൂണിറ്റ് മാസ് ഓഫ് മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ 1 കെൽവിൻ അല്ലെ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ പറ്റുക. അതിനെയാണ് എന്ത് പറയാ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അതിന്റെ ആ കപ്പാസിറ്റിയെ. ഓക്കെ, സോ അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എസ് വെച്ചാണ്. ആൻഡ് ദാറ്റ് ഈസ് 1/m del Q by del T. ഓക്കെ, 1/m del Q by del T. Q എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഹീറ്റ് ആണ്. T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പൊ യൂണിറ്റ് മാസ് ഓഫ് മെറ്റീരിയൽ ആണ് 1/m del Q by del T. ഓക്കെ, നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിനെ എന്ത് ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്? എസ് വെച്ചിട്ട് അല്ലേ? അപ്പൊ എന്താ നമുക്ക് പറയാം? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു 1/m del Q by del T. ഓക്കെ, ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന യൂണിറ്റ് മാസ് ഓഫ് മെറ്റീരിയൽ ആണ്. അതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇനി കുറച്ചും കൂടെ സ്പെസിഫിക് ആവാൻ പോവാണ്. അതെന്താണ്? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, ഇതിന് നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ് ടേം ചെയ്യുന്നത്? ശ്രദ്ധിച്ചേ, നമ്മൾ സി എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് അല്ലെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിനെ നമ്മൾ സി എന്ന് പറഞ്ഞ ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുക. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നേരെ നമ്മൾ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ആണെന്ന് പറഞ്ഞു അല്ലെ, മാസ് ഓഫ് മെറ്റീരിയൽ. ഇവിടെ നമ്മൾ പ്രത്യേകം പറയുകയാണ് ആ യൂണിറ്റ് മാസ് ഓഫ് മെറ്റീരിയലിന് പകരം എന്താണ്? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ് അല്ലെ. അപ്പൊ ആ വേർഡ് തന്നെയുണ്ട്. എന്താണ്? 1 മോൾ ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി കെമിസ്ട്രിയിൽ ഫെമിലിയർ ആണ്. എന്താണ് മോളാർ സബ്സ്റ്റൻസ് ഒക്കെ ഉള്ളത് അല്ലെ, 1 മോൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഗാഡ്രോ നമ്പർ ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചല്ലേ. സോ സി ഈസ് ഈക്വൽ ടു എന്താണ്? 1/n del Q by del T. ഓക്കെ, അതായത് നമ്മൾ ഈ യൂണിറ്റ് മാസ് ഓഫ് മെറ്റീരിയൽ എന്നുള്ളതിന് നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് 1 മോൾ ഓഫ് മെറ്റീരിയൽ എന്ന് പറയാണ്. ഓക്കെ, എന്തായിരിക്കും ടെമ്പറേച്ചർ? എന്തായിരിക്കും? 1 മോൾ ഓഫ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 കെൽവിനോ 1 ഡിഗ്രി സെൽഷ്യസോ ആയിട്ട് ഉയർത്താൻ നമ്മൾ എത്രമാത്രം ഹീറ്റ് ആണ് ആവശ്യമുള്ളത്, അതിനെയാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി is termed as
എന്താണ് ഇറ്റ് ഈസ് റിട്ടേൺ ബൈ ദ ലെറ്റർ സി 1/n del Q by del T. ഓക്കെ, ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ് പെർ 1 mole ഓഫ് മെറ്റീരിയൽ. നമ്മൾ മെറ്റീരിയലിന്റെ യൂണിറ്റ് മാസ് എന്ന് പറയുന്നതിന് പകരം അത് എത്രയാണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ എന്താണ് പറഞ്ഞത്, സി എന്നുള്ള ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്തത് അല്ലേ. അപ്പൊ നിങ്ങൾക്കറിയാം ഈ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു റിലേഷൻ ഡിറൈവ് ചെയ്യുന്നുണ്ട്. അതായത് സി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 1/n del Q by del T അല്ലേ. ഇത് തന്നെ നമുക്ക് എന്താണ് കോൺസ്റ്റന്റ് പ്രഷറിലും കോൺസ്റ്റന്റ് വോളിയത്തിലും നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പം കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സി പി അല്ലേ. അപ്പം 1/n del Q by del T എന്തായിരിക്കും, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വരും. ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ നിങ്ങൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം നമ്മൾ എങ്ങനെ എഴുതും, സി എന്ന് പറഞ്ഞാൽ 1/n del Q by del T അല്ലെ, ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി ബൈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, എന്താണ് സി വി എന്ന് പറഞ്ഞാൽ സി വി ഇസ് ഈക്വൽ ടു 1/n del Q by del T. അതെന്തായിരിക്കും, അറ്റ് കോൺസ്റ്റന്റ് വോളിയം അല്ലെ, കോൺസ്റ്റന്റ് വോളിയം. അപ്പൊ സി പി ഇങ്ങനെയായിരിക്കും, സി വി ഇങ്ങനെയായിരിക്കും. നിങ്ങൾ ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റിലേഷൻ ആണ് സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. ആർ എന്തായിരുന്നു, നമ്മുടെ ഗ്യാസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ കുറിച്ചും മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ കുറിച്ചും നിങ്ങളൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. അതിന് ബേസിക് ഇക്വേഷൻ എന്താണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഫൈനലി ഈ ഒരു ഡെറിവേഷൻ അത് നമ്മൾ ഇനി അടുത്ത നമ്മുടെ സെഷനിൽ കാണുന്നതായിരിക്കും. മേയേഴ്സ് റിലേഷൻ എന്നാണ് ഇതിന് പറയുന്നത്, മേയേഴ്സ് റിലേഷൻ. ഓക്കെ, മേയേഴ്സ്. ഓക്കെ, സോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അത് ഒന്ന് മനസ്സിൽ സെറ്റാക്കി വെക്കുക. അതുപോലെ തന്നെ ഹീറ്റ് വർക്ക്, ഇതിൻ്റെയൊക്കെ ഹീറ്റ് ഇസ് ഗിവൺ ടു സിസ്റ്റം, ഹീറ്റ് ഇസ് റിലീസ് ബൈ ദി സിസ്റ്റം, വർക്ക് ഇസ് ഡൺ ഓൺ ദ സിസ്റ്റം, വർക്ക് ഇസ് ഡൺ ബൈ ദ സിസ്റ്റം. ഇതൊക്കെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ അല്ലേ മക്കളെ. അപ്പം നെക്സ്റ്റ് സെഷനിൽ നമുക്ക് കാണാം. ബൈ.